നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. ചിലപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ തന്നെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസുകൾ, റീൽസുകൾ, പോസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റോറികളൊക്കെ പോസ്റ്റ് ചെയ്യുന്നവരും ആയിരിക്കും. എന്നാൽ നമ്മൾ ഫേസ്ബുക്കിന്റെ നിബന്ധനകളും നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫേസ്ബുക്കിന് വയലേഷൻ വരും. അങ്ങനെ വയലേഷൻ വന്നു കഴിഞ്ഞാൽ, അത് 1, 2, 3 വയലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഡിസബിൾ ആകും, ചിലപ്പോൾ ഡിലേറ്റ് ആകും. ഇതിന് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ആ റെക്കമെൻഡേഷൻ കട്ടാകും. ഇനി നിങ്ങളുടെ ഫേസ്ബുക്കിന് പേജിന് മോണിറ്റൈസേഷൻ ആയ പേജാണെങ്കിൽ ആ മോണിറ്റൈസേഷനും ഡിസബിൾ ആകും, കട്ടാകും. ഇങ്ങനെയുള്ള വയലേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലായിരിക്കും ഇവർ അറിയിച്ചു തരിക. നമ്മൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കാണില്ല. അപ്പോൾ 1, 2, 3 വയലേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ പറയുന്ന പ്രോബ്ലങ്ങളൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്കിന് അല്ലെങ്കിൽ പേജിന് വരും. ഇനി നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ഈ ഭാഗത്തുള്ള പ്രൊഫൈലേക്ക് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ഇൻബോക്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ യുവർ അലർട്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ മൊബൈലിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു വയലേഷൻ വന്ന് കിടക്കുന്നുണ്ട്. ഇതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് വയലേഷൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ചില മൊബൈലിൽ, ചില ഫേസ്ബുക്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുകയില്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്ന് പോസ്റ്റ് ചെയ്തതാണ് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആ പോസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ തിരഞ്ഞു പിടിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് അപ്പീലൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. പക്ഷെ എന്നാലും യുവർ അലർട്ട് എന്ന ഭാഗത്ത് അതൊരു വയലേഷനായിട്ട് കിടക്കും. അവിടെ ഒരു വയലേഷനും ഉണ്ടാകാൻ പാടില്ല. മില്യൺസ് വ്യൂസ് ആണെങ്കിലും അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. എന്നിട്ട് നോ വയലേഷൻ എന്ന ഭാഗം കാണണം. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കുകയും ചെയ്യണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് ഇവിടെ നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് തൊട്ട് താഴെ റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടിന്യൂ ടു റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന ഭാഗം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. താഴേക്ക് വരിക. താഴേക്ക് വന്നിട്ട് ഇൻക്ലൂഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേജിനാണോ പ്രൊഫൈലിനാണോ ഏതിനാണ് പ്രോബ്ലം അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ പ്രൊഫൈലാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇതുപോലെ വരും. ഇവിടെ അപ്ലോഡ് ഫ്രം ഫോൺ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡിസ്ക്രൈബ് ദ ഇഷ്യൂ എന്ന ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതുക. അതായത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം, അത് ഇംഗ്ലീഷിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതായത് നമുക്കിവിടെ എഴുതേണ്ടത് നമ്മുടെ പ്രൊഫൈലിന് യാതൊരുവിധ വയലേഷനും ഇല്ല. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഈ ഒരു പ്രൊഫൈലിൻ്റെ പ്രശ്നം നിങ്ങൾ പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എഴുതുക. നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ലിങ്കും ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് വരാം. ഇനി പേജിനാണ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് പേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ പേജിൻ്റെ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെയും നമ്മൾ ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, നേരത്തെ പോലെ തന്നെ. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന ഭാഗം നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെയും കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ സപ്പോർട്ട് ഇൻബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ യുവർ അലർട്ട് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെയും എൻ്റെ പേജിനും ഒരു വയലേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈലിൽ, ചില പേജിൽ നമുക്കത് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഡേറ്റിലുള്ള ആ ഒരു വീഡിയോ, അതിൻ്റെ ടൈറ്റിലൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുമല്ലോ, ആ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പേജിൽ നിന്നും റിമൂവ് ചെയ്യുക. ഇതിനും നമുക്ക് റിപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാൻ സാധിക്കും. പക്ഷേ അതിനൊന്നും നിങ്ങൾ മുതിരണ്ട. നിങ്ങൾ ഇതുപോലെ അത് റിമൂവ് ചെയ്യാതെ, ഇപ്പോൾ എനിക്കിവിടെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. റിമൂവ് വീഡിയോ എന്ന് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് കണ്ടിന്യൂ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേജിൽ നിന്ന് തന്നെ ആ ഒരു ഡേറ്റ് ബേസിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ, അത് എത്ര മില്യൺസ് വ്യൂസ് ആണെങ്കിലും അത് റിമൂവ് ചെയ്തേ പറ്റൂ. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു യുവർ അലർട്ട് എന്ന ഭാഗം ഇവിടെ ഞാനിപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇത് ബാക്ക് വന്നു. വീണ്ടും ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാണ്.
സപ്പോർട്ട് ഇൻബോക്സ് ക്ലിക്ക് ചെയ്ത് യു ആർ അലർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നോ വയലേഷൻ, ഇങ്ങനെ നോ വയലേഷൻ ഉണ്ടാകണം. അങ്ങനെ നോ വയലേഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ ബേക്ക് വരിക. ബേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് താഴെ ഇവിടെ റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ കണ്ടിന്യൂ ടു റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഇൻക്ലൂഡ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ പ്രൊഫൈലാണല്ലോ തിരഞ്ഞെടുത്തത്, ഇവിടെ നമ്മൾ പേജ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ഫ്രം ഫോൺ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡിസ്ക്രൈബ് ദ ഇഷ്യൂ എന്ന ഭാഗത്ത് ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞുതരാം, അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. അതായത് എൻ്റെ ഫേസ്ബുക്കിന് യാതൊരുവിധ വയലേഷനും ഇല്ല, നോ വയലേഷൻ എന്നുള്ള ആ ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ച് തരണം. ഇത്രയേ എഴുതണ്ടു. അത് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3, 4, 5 ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ച് തരും. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിലാണെങ്കിലും പേജിലാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച രൂപത്തിൽ നിങ്ങൾ ചെയ്തു വെക്കുക. തീർച്ചയായിട്ടും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഫേസ്ബുക്ക് നിങ്ങൾക്കത് പരിഹരിച്ച് തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.